ഹലോ, ഇന്ന് നമ്മൾ മൂഡ് ബോർഡിൻ്റെ സെക്കൻഡ് ഫ്രെയിമാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്രെയിം സെറ്റ് ചെയ്ത വീഡിയോ കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി കാണാൻ ശ്രമിക്കണം. ഞാനിവിടെ ഫസ്റ്റ് കമൻ്റാക്കി കൊടുത്തേക്കാം. നമ്മൾ ഒരു ഗ്രീൻ കളറിലെ മൂഡ് ബോർഡാണ് ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു ഫുള്ളായിട്ടും ഒരു ലൈറ്റ് ഗ്രീൻ കളർ കൊടുത്തിട്ട് അതിൻ്റെ പൊക്കത്ത് ഷെയ്ഡായിട്ട് ഒരു മിൻറ്റ് ഗ്രീൻ കളർ ആണ് അടിച്ചു കൊടുക്കുന്നത്. ഞാനിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കും എൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ഓരോ ഫ്രെയിമും ഓരോ വീഡിയോ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ ഉണങ്ങിയ ശേഷം നമ്മൾ ഓരോ കളർ അടിക്കുമ്പോഴും അതിൻ്റെ പുറത്താണ് നമ്മൾ വേറെ കളർ കൊണ്ട് ഡിസൈൻ ചെയ്യുന്നെങ്കിൽ അത് ഉണങ്ങിയ ശേഷം മാത്രം നമ്മൾ ഡിസൈൻ ചെയ്യാൻ തുടങ്ങണം. ഇല്ലെങ്കിൽ ഫുള്ളായിട്ട് കുളമായി പോകും. എനിക്കങ്ങനെ പാളിച്ചകൾ പറ്റുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അതുപോലെ ചെയ്യാതിരിക്കാനാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് കളർ കൊണ്ട് നമ്മൾ കുറച്ച് തെങ്ങാണ് വരക്കണത്. അത് നമ്മൾ തെങ്ങ് വരക്കാൻ സിമ്പിളായിട്ട് നമുക്ക് വരക്കാവുന്നേ ഉള്ളൂ. ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ വരച്ചാൽ മതി. പിന്നെ നമ്മൾ ഇതിനു മുമ്പ് ഒരു പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോയിൽ നമ്മളിങ്ങനെ തെങ്ങൊക്കെ വരക്കുന്ന ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ തെങ്ങ് വരക്കാൻ അറിയാൻ പാടില്ലാത്തവരൊക്കെ ആ വീഡിയോ ഒന്ന് പോയി കാണാൻ ശ്രമിക്കണം. നമ്മുടെ ഈ ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് നേരത്തെ. സോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇവിടെ 1, 2, 3 ഇഷ്ടമുള്ള രീതിയിൽ തെങ്ങൊക്കെ വരച്ചെടുക്കാം. ഞാനിവിടെ 3 തെങ്ങാണ് വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അതിനുശേഷം ഞാനിവിടെ ഓരോ ലൈൻസ് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് അറിയാവുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. എന്നാലും ഞാൻ പറയാം, ഇവിടെ ഇങ്ങനെ ലൈറ്റ് ചെയ്ത പോലെ ഒരു ഡിസൈനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. സക്സസ് ആയോ ഇല്ലേ എന്നൊക്കെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ലൈറ്റ് വരയ്ക്കാനായിട്ട് ഞാൻ പെയിൻറ്റ് ബ്രഷിൻ്റെ മൂഡ് കൊണ്ട് ആണ് ഇവിടെ ഓരോ ഡോട്ട് ഇടുന്നത്. ബ്രഷ് കൊണ്ട് ഇങ്ങനെ റൗണ്ട് വരയ്ക്കുന്നേക്കാളും സോ സിമ്പിളായിട്ട് നമുക്കിവിടെ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോ DIYയിലൊക്കെയാണ് നമ്മൾ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ സോ സിമ്പിളായിട്ടിരിക്കാം. പിന്നെ ഞാൻ വൈറ്റ് കൊണ്ട് ഒരു 3 കൂടി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. നല്ലതാണോ ഇല്ലേ എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. അങ്ങനെ ഈ വൈറ്റ് ലൈറ്റിൻ്റെ ഉള്ളിൽ യെല്ലോ കുത്ത് ഒരു ഷെയ്ഡ് പോലെ ചെയ്യുന്നുണ്ട്. അത് ഈ വീഡിയോയിൽ ശരിക്കും കാണാൻ പറ്റാത്തതാണ്, പക്ഷേ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലുക്ക്. അപ്പോൾ ഈ മാസ്കിൻ ടേപ്പിൻ്റെ കാര്യമൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. മുമ്പത്തെ വീഡിയോ കാണാത്തവരൊന്നു പോയി കാണാൻ ശ്രമിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇതെങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. ഓക്കെ, ബൈ.